എഡ്ഡി കറൻറ്റ് എന്താണെന്നും ഒരു മെറ്റൽ ഷീറ്റിൽ അതുമല്ലെങ്കിൽ ഒരു സോളിഡ് ബ്ലോക്കിൽ ഏത് രീതിയിൽ എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യുമെന്നും എഡ്ഡി കറൻറ്റിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഈ ഒരു എഡ്ഡി കറൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള അൺഡിസൈറബിൾ ഇഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതെങ്ങനെ മിനിമൈസ് ചെയ്യാം. എഡ്ഡി കറൻറ്റിന് നമുക്ക് ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും അൺഡിസൈറബിൾ എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിൽ നമുക്കത് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പക്ഷേ ഇലക്ട്രിക് മോട്ടോർ ഉണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻഡക്ഷൻ കോയിൽ, ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇലക്ട്രിക് മോട്ടോറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന കമ്പോണൻസ് ഉണ്ടാകാം. ഏതെങ്കിലും കാരണവശാൽ ആ മൂവ് ചെയ്യുന്ന കമ്പോണൻറ്റുമായി ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിന് ബന്ധമുണ്ടെങ്കിൽ ആ ഒരു വലിയ, ഇപ്പോൾ ഇലക്ട്രിക് മോട്ടോർ അല്പം വലുതാണ്, നമ്മൾ കാണാറുള്ള മോട്ടോറൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് ഒരു അല്പം വലുതാണ് ഇലക്ട്രിക് മോട്ടോറൊക്കെ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൽ മൂവ് ചെയ്യുന്ന കമ്പോണൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആ ഇലക്ട്രിക് മോട്ടോറിൽ ഒരു പക്ഷേ മാഗ്നറ്റിസം ഉണ്ടാകാം, അതുമല്ലെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിസം ഉണ്ടാകാം. ഇത്തരത്തിലുള്ള മാഗ്നറ്റിസത്തിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഷീറ്റോ മെറ്റൽ ഷീറ്റോ അതല്ലെങ്കിൽ ഒരു മെറ്റൽ സോളിഡ് ബ്ലോക്കോ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ അത്തരത്തിലുള്ള ഷീറ്റുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോളിഡ് ബ്ലോക്കുകളിൽ എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. എഡ്ഡി കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ജൂൾസിലനുസരിച്ച് കറണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകും. ഈ വളരെ വലിയ മെഷീനറീസൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാൻ ഇടവന്നാൽ ആ മെഷീനറീസ് മിക്കതും നമ്മൾ മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ മെറ്റലിൽ അതല്ലെങ്കിൽ ആ വലിയ സോളിഡ് ബ്ലോക്കിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സോളിഡ് ഷീറ്റിൽ വളരെ പെട്ടെന്ന് എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഈ എഡ്ഡി കറൻറ്റ് കാരണം ആ ഒരു മെഷീനറി അതല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് വളരെ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് കുറച്ച് ഇലക്ട്രിക്കൽ എനർജിയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മളവിടെ ആ ഒരു മെഷീനറിയെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ മെഷീനറി ചൂടാകുമ്പോൾ കുറേ എനർജി ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റായി പോവുകയും ചെയ്യും. എഡ്ഡി കറൻറ്റ് കാരണം കുറച്ച് എനർജി ലോസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ഡി കറൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു അൺഡിസൈറബിൾ എഫക്റ്റ്. അത് നമുക്ക് ഏത് രീതിയിൽ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ടോപ്പിക് അത് തന്നെയാണ്, അൺഡിസൈറബിൾ എഫക്ട്സ് ഓഫ് എഡ്ഡി കറൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് മിനിമൈസേഷൻ. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. എഡ്ഡി കറൻറ്റ്സ് ആർ അൺഡിസൈറബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രിക്കൽ മെഷീൻസ് ലൈക്ക് ഇലക്ട്രിക് മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ കോയിൽ എക്സെട്ര. ഒരുപക്ഷെ ഈ വക ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ നമുക്ക് പരിചിതമാണ്. ഇവിടെ പറയുന്ന ഇലക്ട്രോണിക് മോട്ടോഴ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ കോയിലൊക്കെ നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഇലക്ട്രിക് മോട്ടോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടായിരിക്കും. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കണ്ടക്റ്റിംഗ് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഇൻഡക്ഷൻ കോയിലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറികളിലൊക്കെ ഒരു പക്ഷേ എഡ്ഡി കറൻറ്റിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഒരു കോയിലല്ല, ഒരു ഷീറ്റോ ഒരു മെറ്റൽ ബ്ലോക്കോ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സാധാരണ ഒരു വയറിൽ നമ്മൾ കറണ്ട് കടത്തി വിടുന്നത് പോലെയല്ല വലിയൊരു ഷീറ്റിൽ കറണ്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. അതല്ലെങ്കിൽ ഒരു സോളിഡ് ബ്ലോക്കിൽ കറണ്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഷീറ്റിനെ അതല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ ചൂടാക്കാനായിട്ട് അതിന് സാധിക്കും. എഡ്ഡി കറൻറ്റിന് ആ ഷീറ്റിനെ അതല്ലെങ്കിൽ ആ മെറ്റൽ ബ്ലോക്കിനെ ചൂടാക്കാനായിട്ട് സാധിക്കും. കുറച്ച് എനർജി നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റായി പോകും. ഓക്കെ, നോക്കുക. ദേ ഹീറ്റ് അപ്പ് ദ കോർ ആൻഡ് റിസൾട്ട്സ് ഇൻ ദ വേസ്റ്റേജ് ഓഫ് എനർജി. വളരെ പെട്ടെന്ന് തന്നെ ആ ഏത് മെഷീനറിയിലാണോ അല്ലെങ്കിൽ ഏത് കമ്പോണൻറ്റിലാണോ എഡ്ഡി കറൻറ്റ് ഉണ്ടാകുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ആ കമ്പോണൻറ്റ് ചൂടാവുകയും കുറച്ച് എനർജി ഹീറ്റിൻ്റെ ഫോമിൽ നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? നോക്കുക. The eddy current can be reduced by using laminated core which instead of a single solid mass. ഇവിടെ അതിൻ്റെ ചെറിയൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ സോളിഡ് മാസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സിംഗിൾ ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഈ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങളുടെ ഭാഗത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം നേരെ ഓപ്പോസിറ്റും.
മാഗ്നറ്റിക് ഫീൽഡ് ഈ രീതിയിലാണെങ്കിൽ കറൻറ്റ് ക്ലോക്ക് വൈസ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക, അതിന് ഒരു 6 ഫേസ് ഉണ്ട്. പക്ഷേ 2 ഫേസിൽ മാത്രമേ എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. ആ 2 ഫേസും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ആ ഫേസിൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ഷീറ്റായിട്ട് എടുക്കാം. ഈ ഒരു ഫേസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റായിട്ട് എടുക്കാം. ആ ഷീറ്റിൽ എഡ്ഡീസ് പോലെ, സർക്കുലർ എഡ്ഡീസ് പോലെ അവിടെ കറൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, കറൻറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഇത് വളരെ വലിയൊരു കറൻറ്റാണ്, കാരണം ഒരുപാട് സ്പേസ് ഉണ്ട് കറൻറ്റിന് ഓടി നടക്കുന്നതിനായി. വലിയൊരു കറൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. ആ കറൻറ്റാണ് എഡ്ഡി കറൻറ്റ്. ആ എഡ്ഡി കറൻറ്റ് കാരണം ഈ ഒരു ബ്ലോക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ ചൂടാകും. ഓക്കെ, അതൊരു പക്ഷേ നമുക്ക് നല്ലതായിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഷേപ്പോ ഇതിൻ്റെ സൈസോ നമുക്ക് മാറ്റാനായിട്ട് ഉദ്ദേശമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിക്കുക. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിനെ മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചെറിയ പീസിൻ്റെ ഇടയിൽ നിങ്ങൾ വാർണിഷ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിലെ ഒരു ഷീറ്റും രണ്ടാമത്തെ ഷീറ്റും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇതൊന്നാമത്തെ ഷീറ്റാണെങ്കിൽ അതിന് നേരെ മുമ്പിൽ എൻ്റെ വലത് കൈ ഒന്നാമത്തെ ഷീറ്റാണ്, ഇത് രണ്ടാമത്തെ ഷീറ്റാണ്. 2 ഷീറ്റും കൂടി ഞാനിങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷീറ്റും കൂടി ഞാൻ യോജിപ്പിച്ച് വെക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ സ്ലൈസും കൂടി ഞാൻ യോജിപ്പിച്ച് വെക്കുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ സൈസോ അതിൻ്റെ ഷേപ്പിലോ യാതൊരു മാറ്റവും ഇല്ല. ഞാനതിനെ മുറിച്ച് ചെറിയ ചെറിയ സ്ലൈസുകളാക്കി മാറ്റിയെന്നേ ഉള്ളൂ. 2 സ്ലൈസുകളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, വാർണിഷ് ചെയ്യണം, അതല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക. അതായത് ഒരു മെറ്റൽ ഷീറ്റും അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്ലൈസും രണ്ടാമത്തെ മെറ്റൽ സ്ലൈസും തമ്മിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല. ആദ്യത്തെ സ്ലൈസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറൻറ്റിന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ലൈസിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ 2 പ്ലേറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ 2 സ്ലൈസുകൾക്ക് ഇടയിൽ നമ്മൾ നോൺ കണ്ടക്റ്റിംഗ് മീഡിയമാണ് വെച്ചിരിക്കുന്നത്. അതായത് പെയിൻറ്റോ അതല്ലെങ്കിൽ വാർണിഷോ. ഇത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഒരിക്കലും ഒരു സ്ലൈസിൽ ഡെവലപ്പ് ചെയ്ത എഡ്ഡി കറൻറ്റ് രണ്ടാമത്തെ സ്ലൈസിലേക്ക് പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ലൈസ്, ഞാൻ 3 വരച്ചിട്ടുള്ളൂ, ഓരോ സ്ലൈസിലും ചെറിയ ചെറിയ എഡ്ഡി കറൻറ്റുകൾ ഡെവലപ്പ് ചെയ്യും. അതൊരിക്കലും ആഡ് ചെയ്ത് വരികയില്ല. കാരണം ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്റ്റ് ഇല്ല എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഇപ്പോൾ ഒന്നാമത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ് ഒന്നാമത്തെ സ്ലൈസ്. അതിൽ ചെറിയൊരു എഡ്ഡി കറൻറ്റ് ഡെവലപ്പ് ചെയ്യുമായിരിക്കും. പക്ഷേ അതൊരിക്കലും രണ്ടാമത്തെ സ്ലൈസിലേക്ക് വരികയില്ല. അവരുടെ ഇടയിൽ നമ്മൾ വാർണിഷ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്, അതുമല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തേതിൽ നിന്ന് മൂന്നാമത്തേതിലേക്ക് വരികയില്ല, മൂന്നാമത്തേതിൽ നാലാമത്തേതിലേക്ക് വരികയില്ല. അതായത് ടോട്ടൽ എഡ്ഡി കറൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ എഡ്ഡി കറൻറ്റ് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് അവരെ ഒരിക്കലും കൂട്ടാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോന്നും അവരുടേതായ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് നിർബന്ധിതമാകും. ഒരിക്കലും ഈ ഒരു ഒന്നാമത്തെ സ്ലൈസിൽ നിന്ന് രണ്ടാമത്തെ സ്ലൈസിലേക്ക് എഡ്ഡി കറൻറ്റ് വരികയില്ല. രണ്ടാമത്തേതിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും വരികയില്ല, മൂന്നാമത്തേതിൽ നിന്ന് നാലാമത്തേതിലേക്കും വരികയില്ല. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് ഡ്രമാറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ എഡ്ഡി കറൻറ്റുകൾ നമ്മൾ കൂട്ടിലടച്ച അവസ്ഥയിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരമാവധി എഡ്ഡി കറൻറ്റ് കാരണം ഉണ്ടാകുന്ന അൺഡിസൈറബിൾ എഫക്ട്സ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ദ എഡ്ഡി കറൻറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് കോർ. അതായത് ഓരോ വലിയൊരു ബ്ലോക്കിനെ നമ്മൾ സ്ലൈസ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ആ കഷ്ണങ്ങൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. 2 ചെറിയ സ്ലൈസുകൾ തമ്മിൽ ഒരു കണ്ടക്ഷനുള്ള പോസിബിലിറ്റി നമ്മളവിടെ ഇല്ലാതാക്കിയിരിക്കുന്നു. ലാമിനേറ്റഡ് കോർ വിച്ച് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സോളിഡ് മാസ്. ഒരു സിംഗിൾ സോളിഡ് മാസിന് പകരം ലാമിനേറ്റ് ചെയ്ത ഒരു മാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്ഡി കറൻറ്റ് കാരണം ഉണ്ടാകുന്ന അൺഡിസൈറബിൾ എഫക്ട്സ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും.